ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ച് ഡേ 36 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 36 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം ഉത്തരമായി വരുന്ന 2023 ആനുകാലിക സംഭവങ്ങളാണ്. ശ്രദ്ധിച്ചോളെ സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം ഉത്തരമായി വരുന്ന 2023 ആനുകാലിക സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന എല്ലാ സംഭവത്തിനും ആരായിരിക്കും ഉത്തരം? കേരളമായിരിക്കും, ഓർത്തിരിക്കുക. വേനൽക്കാലത്ത് ജലക്ഷാമം നേരിടാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്, ഓർത്തു വെച്ചിരിക്കുക. വേനൽക്കാലത്ത് ജലക്ഷാമത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ ബഡ്ജറ്റ് അല്ലെങ്കിൽ ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാരെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാരാണ്? നമ്മുടെ കേരളമാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി മാറിയത് കേരളമാണ്. വർഷം കൂടി ഒന്ന് പഠിച്ചോളുക. 2023 ജനുവരി മാസം 7-ാം തീയതിയാണ് പ്രഖ്യാപിച്ചത്. ഓർക്കുക, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി മാറിയത് കേരളമാണ്. 2023 ജനുവരി 7-നാണ് കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഓർക്കുക, ഒത്തിരി ബാങ്കുകളുണ്ട് നമ്മുടെ കേരളത്തിൽ, അതുകൊണ്ട് സമ്പൂർണമായ ബാങ്കിംഗ് സംസ്ഥാനമായി മാറിയതാരാണ്? കേരളമാണ്. കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിൽ പോയാലും നമുക്ക് എന്ത് കാണാം? ബാങ്ക് കാണാന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു പോയിന്റ് സുഹൃത്തുക്കൾ മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞൊരു ചോദ്യവുമാണ്, അതുകൊണ്ട് പഠിക്കുക. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കായി പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ ബോർഡ് രൂപീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച അല്ലെങ്കിൽ രൂപീകരിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ്. ഇനി നമ്മൾ വലിച്ചു നീട്ടി പഠിക്കുകയെന്ന് വേണ്ട. തൊഴിലുറപ്പിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, എങ്ങനെയാണ് തൊഴിലുറപ്പിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു വെൽഫെയർ ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളം എന്നങ്ങ് പഠിക്കുക കേട്ടോ. എന്താണ്? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു വെൽഫെയർ ബോർഡ് സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാരാണ്? കേരളമാണ്. വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീകളുടെ ശാസ്ത്രീകരണം നടത്തുന്നതിന് വേണ്ടി UN-ലെ വനിതകളുമായി കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. വിനോദസഞ്ചാര മേഖലയില് സ്ത്രീകളുടെ ശാസ്ത്രീകരണത്തിന് വേണ്ടിയിട്ട് UN-ന്റെ വനിതകളുമായിട്ട് കരാർ ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. പ്രാദേശിക ഭാഷയിൽ വിധിന്യായങ്ങൾ പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പ്രാദേശിക ഭാഷയിൽ വിധിന്യായങ്ങൾ പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള ഹൈക്കോടതിയാണ്. ഒന്നുകൂടി പറയുവാണ്, വേനൽക്കാലത്ത് ജലക്ഷാമം നേരിടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ ബഡ്ജറ്റ് അല്ലെങ്കിൽ ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. രാജ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമായി മാറിയത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. വിനോദസഞ്ചാര മേഖലയിൽ സ്ത്രീകളുടെ ശാസ്ത്രീകരണത്തിനായിട്ട് UN വനിതകളുമായി കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. പ്രാദേശിക ഭാഷയിൽ വിധിന്യായങ്ങൾ പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള ഹൈക്കോടതിയാണ്. ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. മാൻഹോളുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കൃത്യമായിട്ട് ഇത് 2-3 തവണ എടുത്ത് പഠിക്കുക. മാൻഹോളുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. നമ്മൾ ചിന്തിച്ച് വേറെ അങ്ങോട്ടെങ്കിലും പോവരുത്, നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാൻഹോളുകൾ വൃത്തിയാക്കുവാൻ തീരുമാനിച്ചത്. ആചാരപരമായ കർത്തവ്യങ്ങളിൽ റോബോട്ടിക് ആനയെ ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. പ്രധാനമായിട്ടും കേരളത്തിലെ ഉത്സവങ്ങളിലല്ലേ സുഹൃത്തുക്കളെ ആനയെ നമ്മൾ എഴുന്നള്ളിക്കുന്നത്. അതുകൊണ്ട് ആചാരപരമായ കർത്തവ്യങ്ങൾക്ക് വേണ്ടി റോബോട്ടിക് ആനയെ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്.
2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. 2023 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് സംസ്ഥാനത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നിന്നുമാണ്. കായിക സംസ്കാരം പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക സംസ്കാരം പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നതിൽ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്ന സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ആരാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വലിയൊരു നേട്ടമാണ് നമ്മൾ നേടിയെടുത്തിരിക്കുന്നത്. അതൊന്നുകൂടി പറയുവാണ്, രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തില് പ്രവേശനം നേടുന്നതിൽ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സമ്പൂർണ്ണ ഇ ഗവേണൻസ് കൈവരിച്ചത് കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഭരണ സംസ്ഥാനമായി മാറിയത് കേരളമാണ്. സമ്പൂർണ്ണ ഇ ഗവേണൻസ് കൈവരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഈ ഭരണ സംസ്ഥാനമായി മാറിയത് ആരാണ്? കേരളമാണ്. ഇത്ര ഭാഗം സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. അടുത്തതായി നമ്മൾ ഒത്തിരി കേട്ട ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കെ ഫോൺ എന്ന ഇന്റർനെറ്റ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കെ ഫോൺ എന്ന ഇന്റർനെറ്റ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം, ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. അപ്പൊ ഓക്കെ ആയ. കെ എന്ന് വെച്ചാൽ കേരളം, അതുപോലെ എഫ് എന്ന് വെച്ചാൽ ഫൈബർ, ഒ എന്ന് വെച്ചാൽ ഒപ്റ്റിക്, എൻ എന്ന് വെച്ചാൽ നെറ്റ്വർക്ക്. അപ്പോ കെ ഫോൺ എന്ന ഇന്റർനെറ്റ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് അഡൽ ഇൻക്യുബേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് അഡൽ ഇൻക്യുബേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കുഫോസിന്റെ അണ്ടറിലാണ് കേട്ടോ. ഏതിലാ സുഹൃത്തുക്കളെ? കുഫോസിന്റെ അണ്ടറിലാണ്. അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്ന് പറയുന്ന കുഫോസിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് അഡൽ ഇൻക്യുബേഷൻ സെന്റർ സ്ഥാപിതമാകുന്നത്. ഓർക്കുക, എല്ലാ ആശുപത്രികളിലും മാതൃശിശു സൗഹൃദമാക്കി മാറ്റാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. എല്ലാ ആശുപത്രികളും മാതൃശിശു സൗഹൃദമാക്കി മാറ്റാൻ തീരുമാനിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. മറക്കല്ലേ, ഒന്നുകൂടി പറയുവാണ്, എല്ലാ ആശുപത്രികളും മാതൃശിശു സൗഹൃദമാക്കി മാറ്റാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സ്കൂൾ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സ്കൂൾ ആരംഭിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. കേരളത്തിൽ തന്നെ എവിടെയാ സുഹൃത്തുക്കളെ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI സ്കൂള് സ്ഥാപിതമായത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്കൂൾ സ്ഥാപിതമായത്. വേറെ പരിപാടിയൊന്നുമല്ല, കുട്ടികളെ പഠിപ്പിക്കുന്നതിന് AI സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി ഉപയോഗിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലുതാ സെറ്റപ്പ് ഒന്നുമില്ല. എന്നാലും ഓർത്ത് വെച്ചുക, ഇന്ത്യയിലെ ആദ്യത്തെ AI സ്കൂൾ ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ല. സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഒന്നുകൂടി പറയുവാണേ, സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്ഥാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അപ്പോൾ കെ ഫോൺ എന്ന ഇന്റർനെറ്റ് പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് അഡൽ ഇൻക്യുബേഷൻ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. എല്ലാ ആശുപത്രികളും മാതൃശിശു സൗഹൃദമാക്കി മാറ്റാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സ്കൂൾ സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. സ്വർണത്തിന്റെ ശുദ്ധത അളക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ഹോൾമാർക്കിംഗ് സെന്ററുകൾ സ്ഥാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇത്രയും കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളവുമായി ബന്ധപ്പെട്ട് 2023 പ്രധാന ആനുകാലിക സംഭവങ്ങളാണ്.
മറക്കരുത്. ആദ്യം നമ്മൾ പറഞ്ഞത് കേരളം ഉത്തരമായി വരുന്ന പ്രധാനപ്പെട്ട 2023 ആനുകാലിക സംഭവങ്ങളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട 2023 ആനുകാലിക സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിന് മാത്രം PSC ഇമ്പോർട്ടൻസ് കൊടുത്തു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഭാഗം നന്നായിട്ട് പഠിക്കുക. 2-3 തവണ വീഡിയോ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. കൗൺസിൽ എന്താണ്? കണ്ണൂർ ജില്ല. കണ്ണുണ്ടെങ്കിലേ ലൈബ്രറി പോയിട്ട് പുസ്തകം വായിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ഇന്ത്യൻ ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ കണ്ണൂർ ജില്ല. കണ്ണുണ്ടെങ്കിലേ നമുക്ക് ലൈബ്രറി പോയിട്ട് വായിക്കാൻ പറ്റുള്ളൂ എന്ന് സുഹൃത്തുക്കൾ അങ്ങ് ഓർത്ത് വെക്കുക. എല്ലാ ഗോത്രവർഗക്കാർക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല വയനാട് ജില്ല. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എല്ലാ ഗോത്രവർഗക്കാർക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. കേരള ടൂറിസം വകുപ്പിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻ തുരുത്ത് കോട്ടയമാണ്. കേരള ടൂറിസം വകുപ്പിന്റെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മറവൻ തുരുത്ത് കോട്ടയം ജില്ല. സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചേക്കണേ, മറവൻ തുരുത്ത് കോട്ടയം ജില്ല. വാട്ടർ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ മറന്നുപോയി എന്നങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ അത് കേട്ടോ. എന്തെങ്കിലും വാട്ടർ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയപ്പോൾ എന്തെങ്കിലും സംഭവം നമ്മൾ എന്ത് ചെയ്തു? മറന്നുപോയി എന്നങ്ങ് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ മറവൻ തുരുത്തിലാണ് കേരളത്തിലെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത്. എവിടെയാണ്? മറവൻ തുരുത്ത്. വാട്ടർ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ നമ്മൾ എന്തോ മറന്നുപോയി എന്നങ്ങ് ഓർത്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര്. പഠിച്ചു വെച്ചോളണം. എവിടെയാണ്? തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിളിമാനൂരാണ്. അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ല. പഠിച്ചു വെച്ചിരിക്കുക. 2023 സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായ ജില്ല എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. സ്ഥിരം PSCയുടെ ചോദ്യ മേഖലയാണ്. ഉറപ്പായിട്ടും ചോദിക്കും. പഠിച്ചു വെച്ചിരിക്കുക. 2023 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ബിൽഡിംഗ് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ബിൽഡിംഗ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് ബിൽഡിംഗ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലായ ഹഡിലി ഗ്ലോബലിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള ഹഡിലിൽ ഗ്ലോബലിന്റെ വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. പഠിച്ചു വെച്ചിരിക്കും. അടുത്തിടെ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തവനൂര്, മലപ്പുറം. അടുത്തിടെ കേളപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത കേരളത്തിലെ ജില്ല അല്ലെങ്കിൽ പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തവനൂർ, മലപ്പുറം ജില്ല. തവനൂര്, മലപ്പുറം ജില്ല. കേളപ്പൻ തവയിൽ കയറിയിരുന്നു എന്നങ്ങ് പഠിച്ചാൽ മതി കേട്ടാ. കേളപ്പൻ എവിടെയാണ് ഇരിക്കുന്നത്? തവയിൽ കയറിയിരുന്നു. കേളപ്പന്റെ പ്രതിമ എവിടെ ഇരിക്കുന്നു? തവയിൽ കയറിയിരിക്കുന്നു എന്ന് പഠിക്കുക. അപ്പോ തവനൂര് എവിടെയാണ്? മലപ്പുറം ജില്ല. കുഫോസിന്റെ കീഴിൽ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് പയ്യന്നൂര്, കണ്ണൂർ ജില്ല. കുഫോസിന്റെ കീഴിലെ കേരളത്തിലെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. അപ്പോ കേരളത്തിലെ ഫിഷറീസ് കോളേജ് പയ്യയാണ് വരുന്നത് എന്നങ്ങ് പഠിക്കുക കേട്ടോ. കേരളത്തിലെ ഫിഷറീസ് കോളേജ് പയ്യയാണ് വരുന്നത് എന്നങ്ങ് പഠിക്കുക. പയ്യന്നൂര്, കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിർമ്മിക്കുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. ഓൾറെഡി ഈ ചോദ്യം നമ്മുടെ PSCയുടെ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസിനകത്ത് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ വന്നു കഴിഞ്ഞു. പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ സംയോജിത ലൈഫ് സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ചെറുതന, ആലപ്പുഴ ജില്ല. രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ചെറുതന. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അത് ആലപ്പുഴ ജില്ലയിലാണ്. ശിശുക്കൾ ചെറുതാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. ശിശുക്കൾ എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും എന്നങ്ങ് പഠിച്ചു വെക്കുക. രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ചെറുതന, ആലപ്പുഴ ജില്ല. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക്
കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അതാണ് മീനങ്ങാടി വയനാട്. പഠിച്ചു വച്ചേക്കുക. മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് മീനങ്ങാടി വയനാട്. എവിടെയാണ്? മീനങ്ങാടി വയനാട്. കാർബൺ മീനുള്ളത് എവിടെയാണെന്ന് പഠിക്കുക, വയനാടാണെന്ന് പഠിക്കുക. കാർബൺ മീനാണെന്ന് പഠിക്കുക. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ മീനങ്ങാടി വയനാട്. കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഗോത്രഗ്രാമം പദ്ധതിക്ക് എന്താണ് തുടക്കം കുറിച്ച ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ല. അപ്പോ ഗോത്രഗ്രാമം ഇടയ്ക്കിടയ്ക്കാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഗോത്രഗ്രാമം എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്കാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോ കേരളത്തിലെ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഗോത്രഗ്രാമ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഇടുക്കി ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോ ഡിജിറ്റൽ സയൻസ് എവിടെയായിരിക്കുന്നത്? തിരുവനന്തപുരത്താണ്. ഡിജിറ്റൽ സയൻസ് ഇരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരാണ്. മറക്കരുത്. ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരാണ്. സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ചക്കിട്ടപ്പാറ കോഴിക്കോട് ജില്ല. മറക്കരുത്. സംസ്ഥാനത്തെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ചക്കിട്ടപ്പാറ എവിടെയാണ്? കോഴിക്കോട് ജില്ല. അപ്പോൾ ടൈഗർ എവിടെ ഇരിക്കുന്നത് നോക്കുക. ചക്കിലിരിക്കുന്നത് അങ്ങ് പഠിച്ചു വെക്കുക. ടൈഗർ എവിടെയാണ്? ചക്കിലിരിക്കുകയാണെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ സംസ്ഥാനത്തെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ചക്കിട്ടപ്പാറ കോഴിക്കോട് ജില്ല. രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല. പഠിച്ചോളണേ. രക്തദാനത്തിന് അവധി പ്രഖ്യാപിച്ച ആദ്യത്തെ സർവകലാശാല ഏത് എന്ന് ചോദിച്ചാൽ അത് കേരള സർവകലാശാല. ജലാശയങ്ങളുടെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഓപ്പറേഷൻ വാഹിനി പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ജില്ല എറണാകുളം ജില്ലയാണ്. പഠിക്കുക. ജലാശയങ്ങളുടെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയ ആദ്യത്തെ ജില്ല എന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയാണ്. നീരൊഴുക്കിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? എറണാകുളമാണെന്ന് നിങ്ങൾ പഠിക്കുക. നീരൊഴുക്കിനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? എറണാകുളം ജില്ലയാണെന്ന് പഠിക്കുക. ഇവിടെ നിന്ന് 2 പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ജലാശയങ്ങളുടെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതി എന്ന് ചോദിച്ചാൽ അത് വാഹിനി പദ്ധതി. ഇതാദ്യമായിട്ട് നടപ്പിലാക്കിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ല. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മാണിക്കൽ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മാണിക്കൽ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. ഏത് പഞ്ചായത്താണ്? മാണിക്കൽ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല. നല്ല മണിയുള്ളതുകൊണ്ട് ജലശക്തി പുരസ്കാരം കിട്ടി. കോഡിന് വേണ്ടി പറഞ്ഞതാണ്. നല്ല മണിയുള്ളതുകൊണ്ട് ജലശക്തി പുരസ്കാരം കിട്ടിയെന്നങ്ങ് പഠിക്കുക. അപ്പോ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 4ാമത് ജലശക്തി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ചോദിച്ചാൽ അത് മാണിക്കൽ പഞ്ചായത്താണ്. നല്ല മണിയുള്ള പഞ്ചായത്തായോണ്ട് ജലശക്തി പുരസ്കാരം അവർക്ക് കൊടുത്തു എന്നങ്ങ് ഓർത്തു വെക്കുക. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.